സ്പീക്കർ എൻ ഷംസീർ കൂടിയുണ്ട്. അങ്ങയുടെ മണ്ഡലത്തിൽ ഡബിൾ ഡെക്കർ ബസ് ആദ്യം വരുന്നു, പിന്നെ ഈ ബൈപ്പാസ് വലിയ കാലത്തെ ഒരു തർക്കമൊക്കെ നടന്ന ഒരു പദ്ധതിയാണ്. അത് അവസാനം പൂർത്തീകരിക്കുമ്പോൾ എത്രമാത്രം സന്തോഷം? രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണിന്ന്. ഏതാണ്ട് 25 വർഷത്തിലേറെ ഞാൻ മുഴുവൻ സമയ പൊതുപ്രവർത്തകനാണ്. ഈ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകർന്ന ദിനമായിട്ട് ഇന്ന് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇവിടുത്തെ MLA ആവാൻ കഴിഞ്ഞു. അത് സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ തുടങ്ങിയവരോടൊക്കെ നന്ദി പറയുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരോട് നന്ദി പറയുകയാണ്. എത്രമാത്രം സന്തോഷമുണ്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ? ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു യാത്ര ഇപ്പം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ശരിക്കും അല്ല, 2016 ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന സന്തോഷം ഉണ്ടായിരുന്നു, യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്നിപ്പോൾ മാഹി ബൈപ്പാസിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. തലശ്ശേരിയും മാഹി ഒരു ബോട്ടിൽ നെക്കാണ്. ഇതോട് പരിഹരിക്കപ്പെടുകയാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ഒരു ദേശീയപാതയും യൂണിയൻ ടെറിട്ടറിയിലൂടെ കടന്നു പോകുന്നില്ല. ആകെ കടന്നു പോകുന്ന സ്ഥലം മാഹി മാത്രമാണ്, തലശ്ശേരി മാഹി മാത്രമാണ്. അതിൻ്റെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാഹി യൂണിയൻ ടെറിട്ടറിയാണ്. ഒരുപാട് ഹെഡൽസ് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോകാം. ഈ പട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട പേര് കണ്ണിപ്പൊയിൽ ബാബു എന്ന CPIM-ൻ്റെ കൊല്ലപ്പെട്ട പ്രവർത്തകനുണ്ട്. അദ്ദേഹമൊക്കെ വലിയ രീതിയിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ആളാണ്. ഈ പേരുകളൊക്കെ എല്ലാവരെയും സ്മരിക്കുന്നു ഈ ഒരു സന്തോഷകരമായ ദിനത്തെ.